നിങ്ങളിപ്പോൾ ഇന്നലെയും ഇതൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. പെറ്റ ഉമ്മനെ മകൻ വെട്ടിക്കൊന്നു നുറുക്കിക്കളഞ്ഞു. എന്താണ് കാരണം എന്ന് വെച്ചപ്പോൾ ആ മകൻ മദ്യപാനിയായിരുന്നു. ആ മദ്യപിച്ച് ബുദ്ധിയില്ലാതെ ലഹരി വന്നപ്പോൾ അവൻ ഉമ്മയെ വെട്ടിക്കൊന്നു. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ നാം എല്ലാവരും ശ്രദ്ധിക്കുകയും ഗവൺമെൻറ് പ്രത്യേകമായി ഇത്തരം സംഭവങ്ങൾ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പണ്ട് ഇവിടെ കള്ള് ഷാപ്പുകൾ നിരോധിക്കണമെന്ന് പറഞ്ഞ് പലരും ആവശ്യപ്പെട്ട് അതിൻ്റെ വക്കിൽ വരെ എത്തിയിരുന്നു. പിന്നെ അത് നിർത്തിയില്ല. ഒരു മുഖ്യമന്ത്രിമാരും അതിന് മുന്നോട്ട് വരില്ല. അവരൊക്കെ ഇത് അനുവദിക്കുന്നവരാണ്. അങ്ങനെ ഇപ്പോൾ അത് വർദ്ധിച്ച് ധാരാളം ഷോപ്പുകൾ നമ്മുടെ കേരളത്തിൽ തന്നെ നടക്കുകയാണ്. മുസ്ലിമുകളുള്ള കേന്ദ്രത്തിലാണ് ധാരാളമായി മദ്യപാനം നടക്കുന്നത് എന്ന് പത്രക്കണക്കുകൾ പറയുന്നു. അവർ കണക്ക് കൂട്ടി പറയുന്നതാണോ അസത്യം പറയുകയാണോ എന്നെനിക്കറിയില്ല. മുസ്ലിമീങ്ങളാണ് ഇത് അധികം ഉപയോഗിക്കുന്നത് എന്ന് വരുത്താൻ വേണ്ടി അങ്ങനെ ഒരു നുണ ഉണ്ടാക്കി തീർത്തതാണോ അല്ല സത്യമാണോ എന്ന് നമുക്കറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഹൈന്ദവരുടെ ഒരു സന്തോഷ ദിവസത്തിൽ കേരളത്തിൽ ഏറ്റവും അധികം കള്ള് ചെലവായത് പൊന്നാനിയിലാണ് എന്ന് പേപ്പറിൽ വന്നു. പൊന്നാനിയിൽ മുസ്ലിംകളല്ലാതെ ഒരറ്റക്കുട്ടിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ മുസ്ലിംകൾ മാത്രമുള്ള സ്ഥലത്താണ് ഏറ്റവും കള്ള് ചെലവായത് എന്ന് പത്രത്തിൽ എഴുതുന്നു. അത് സത്യമാണോ അല്ലേ അല്ലാഹു ആലം. ഏതായാലും ഇതിൻ്റെ നാശം, എല്ലാ നാശത്തിൻ്റെയും ഉത്ഭവമാണ് മദ്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രാജ്യത്തിൻ്റെ ഭദ്രതക്കും രാജ്യത്തിൻ്റെ ഗുണത്തിനും ആവശ്യമായത് ഗവൺമെൻറ്റും ചെയ്യണമെന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ ജനങ്ങളും വളരെയധികം ശ്രദ്ധിക്കണം. വെറും കൊലപാതകം മാത്രമല്ല, മറ്റനേകം കൊലപാതകങ്ങൾ അഥവാ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കൊല ചെയ്തുകൊണ്ടിരിക്കുന്ന ദുർവാദങ്ങളും ന്യായങ്ങളുമായി വരുന്നത് എല്ലാം നാം കാണുന്നുണ്ട്. നമുക്കത് കണ്ടു നിൽക്കാൻ കഴിയുകയില്ല. അതിനെതിരായി ശബ്ദിക്കാതെ നമുക്ക് നിർവാഹമില്ല. ഇന്ന് തന്നെ നമ്മൾക്കെതിരായി പത്രത്തിൽ ധാരാളം വരുന്നു. എന്താ, ഈ മുസ്ലിയാക്കന്മാർ യാഥാസ്ഥികന്മാരാണ്, അവർക്ക് ലോകം തിരിയാത്തവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ലോകവും തിരിച്ചിട്ടുണ്ട്, മറ്റേ ലോകവും തിരിച്ചിട്ടുണ്ട്, എല്ലാ ലോകവും തിരിച്ചിട്ടുണ്ട്. അത് തിരിയാണെന്നും പറയുന്നതല്ല. പക്ഷേ ഈ കൗമ് അധപ്പതനത്തിലേക്ക് പോകുമ്പോൾ അതിൽ നിന്നും രക്ഷിക്കുന്ന കർത്തവ്യ ആലിമീങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആലിമീങ്ങൾ ഇതൊക്കെ പറയുന്നത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. സ്ത്രീ പുരുഷ സങ്കലനം, സ്ത്രീകളും പുരുഷന്മാരും ഒന്നായി ഒരുമിച്ച് കൂടി ഇടകലർന്നുള്ള ഏത് പദ്ധതി കൊണ്ടുവന്നാലും അത് ഇവിടുത്തെ ദീൻ പൊളിക്കാനുള്ള പദ്ധതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വളരെയധികം ചിന്തിക്കണം. അതിന് എല്ലാവരും അത്തരം പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കരുത് എന്നുകൂടി നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ നിർത്തുന്നു.